പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവ് ഒരു കുടുംബനാഥൻ, ഒരപ്പൻ എന്ന നിലയിൽ ഏറ്റവും നല്ല മാതൃകയാണ്. മക്കൾക്ക് നല്ല മാതൃക നൽകുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ ഒരു വചനം ധ്യാനിച്ചു. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സുള്ളപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. ഇത് ലൂക്ക 2:41-42 വചനമാണ്. ഇനി ലൂക്ക 4:14 വചനം, യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2-ാം അധ്യായത്തിൽ വചനം പറയുന്നു, അവൻ്റെ മാതാപിതാക്കൾ പതിവനുസരിച്ച് ദേവാലയത്തിൽ പോയി. 4-ൽ പറയുന്നു അവൻ പതിവനുസരിച്ച് പോയി. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ പതിവ് മക്കളുടെ പതിവായിട്ട് മാറും. മാതാപിതാക്കളുടെ ശീലം മക്കളുടെ ശീലമായിട്ട് മാറും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഒരു യഹൂദ കുടുംബനാഥനാണ്. ഒരു യഹൂദ കുടുംബനാഥൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ്? ഒന്ന്, തൻ്റെ ആൺകുട്ടിയെ പരിച്ഛേദനം ചെയ്യുക. നമുക്കറിയാം, യേശുവിന് പേരിടാൻ ദൈവം ഏൽപ്പിക്കുന്നത് ജോസഫിനെയാണ്. നീ അവന് യേശുവെന്ന് പേരിടണം. പേരിടുന്നത്, പ്രിയപ്പെട്ടവരെ, തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പരിച്ഛേദനം ചെയ്യാൻ ഉത്തരവാദിത്വം ഇത് പിതാവിനാണ്. എന്ന് വച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഒരു യഹൂദ ആൺകുട്ടിയെ വിശ്വാസത്തിൽ വളർത്തുക എന്ന വളരെ പരമപ്രധാനമായ ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അത് അപ്പനിലാണ്. ഇവിടെയാണ് ചോദ്യം, നമ്മുടെ കുടുംബത്തിൽ എന്ത് വിശ്വാസത്തിൻ്റെ മാതൃക ഞാൻ എന്ന കുടുംബനാഥൻ എൻ്റെ കുടുംബത്തിൽ കൊടുക്കുന്നു? എങ്ങനെ ഞാൻ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ, അല്ലേ, പരിച്ഛേദനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റേതാണ് എന്ന ഒരടയാളമാണ്, ഒരു ഫിസിക്കൽ സൈൻ ആണ് പരിച്ഛേദനം എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ എൻ്റെ മക്കളിൽ ദൈവിക അടയാളങ്ങൾ രൂപപ്പെടുത്തുക എന്ന ആത്മീയമായ വലിയ ഉത്തരവാദിത്വം ഒരു അപ്പന് ഉള്ളതാണ്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ ജനിപ്പിക്കുവാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം ചെയ്യാൻ കടപ്പെട്ടവരാണ്. യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പതിവനുസരിച്ച് അവർ ദേവാലയത്തിൽ പോയി എന്ന് വചനത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണും, യേശു പതിവനുസരിച്ച് ദേവാലയത്തിൽ പോകുന്നു. യേശു പതിവനുസരിച്ച് സിനഗോഗിൽ പോകുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ പതിവ് ആ കുടുംബനാഥൻ സൂക്ഷിച്ച പതിവാണ്. കുർബാന കാണുന്ന പതിവ് അപ്പനുണ്ടാകുമ്പോൾ ആ പതിവ് മക്കളിലേക്ക് വരും. എന്നും പ്രാർത്ഥിക്കുന്ന പതിവുള്ളൊരപ്പനിൽ കണ്ടു വളരുന്ന മക്കൾ ആ പതിവിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് നല്ല മാതൃക നൽകുക. എങ്ങനെ തൻ്റെ മക്കൾക്ക് വിശ്വാസം കൊടുക്കാം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ജോസഫ്. വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ തൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം യാത്ര ചെയ്തത് പോളണ്ടിലേക്കായിരുന്നു.
പോളണ്ടിൽ അദ്ദേഹം ചെന്നു. പോളണ്ടിൽ നിന്ന് തിരിച്ചു പോരാൻ നേരത്ത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനായിരുന്നു മാർപ്പാപ്പ ഡോക്ടേഴ്സും ഉത്തരവാദിത്തപ്പെട്ട കർദിനാൾമാരും ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് പറഞ്ഞിട്ടും ഇത്ര നിർബന്ധ ബുദ്ധിയോടെ അങ്ങ് ഇങ്ങോട്ട് യാത്ര വന്നത്? ആരുമില്ലാത്ത ആ വീട്ടിലേക്ക് അങ്ങ് എന്തിനാണ് വന്നത്? അതിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കൊടുത്ത ഉത്തരവിധാണ്, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ദാമ്പത്യ ജീവിതമാണ് ഞാൻ ആദ്യം കണ്ട കുർബാന. എൻ്റെ അപ്പൻ കൊന്ത ചെല്ലുന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ സെമിനാരി. എൻ്റെ അപ്പൻ എൻ്റെ കവിൾ നൽകിയ ചുംബനമായിരുന്നു ആദ്യത്തെ കുർബാന. ആ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത് അൾത്താരയെ സ്വപ്നം കാണാൻ. അവിടേക്കാണ് ഞാൻ വന്നത്. എത്ര കൃത്യമായിട്ട് ഓർത്തെടുത്തു ആ വാർദ്ധക്യം. വിറയ്ക്കുന്ന കരങ്ങളോടെ, പതറുന്ന സ്വരത്തോടെ എത്ര കൃത്യമായിട്ട് പറഞ്ഞു വച്ചു ആ വ്യക്തി എന്തായിരുന്നു എൻ്റെ അപ്പനെന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കുടുംബനാഥൻ്റെ ഉത്തരവാദിത്വം. അത് മക്കളെ വിശ്വാസത്തിൽ വളർത്തുക എന്നതാണ്. മക്കളെ വിശ്വാസത്തിൽ വളർത്തുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം ജോസഫ് നിർവഹിച്ചു. യേശു പതിവനുസരിച്ച് ദേവാലയത്തിൽ പോയി. നമ്മൾ കാണുന്നു, യേശു എപ്പോഴും യേശു പിതാവിനോട് ചേർന്ന് നിന്നു. വേണമെങ്കിൽ നമുക്ക് പറയാം, യേശു ദൈവത്തിൽ നിന്ന് വന്നതാണ്, ദൈവത്തോട് ചേർന്ന് നിന്നു. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ ഒരു ഷാഡോ, ഒരു നിഴലാണ് ജോസഫ്. അങ്ങനെയാണെങ്കിൽ ജോസഫിൻ്റെ കയ്യിലാണ് ദൈവം എന്തുകൊണ്ട് ജോസഫിനെ വളർത്തുപിതാവായിട്ട് സെലക്ട് ചെയ്തു? ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന് ഇത്രയും വിശ്വാസമുള്ളൊരു മനുഷ്യൻ എൻ്റെ മകനെ അവൻ്റെ കയ്യിൽ കൊടുത്താൽ എൻ്റെ മകനെ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ, എന്നോടുള്ള വിശ്വാസത്തിൽ നിലനിർത്തും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഓരോ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കൈകളിൽ നൽകുമ്പോൾ ഒരപ്പനോർക്കണം, ഒരമ്മയോർക്കണം, ഓരോ കുഞ്ഞിനെയും മാതാപിതാക്കളായ നിങ്ങളുടെ കൈകളിൽ നൽകുമ്പോൾ ഔസേപ്പിതാവിനെ കുറിച്ച് ദൈവം കണ്ട സ്വപ്നവും ഔസേപ്പിതാവിൽ ദൈവപിതാവ് അർപ്പിച്ച വിശ്വാസവും ഓരോ മാതാപിതാക്കളുടെ കാര്യത്തിലും ദൈവം സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കുഞ്ഞിന് നൽകുമ്പോൾ ഈ സ്വപ്നം ദൈവത്തിനുണ്ട്. നീ എന്ന പിതാവിനൊരു കുഞ്ഞിന് നൽകുമ്പോൾ ഈ വിശ്വാസം ദൈവത്തിനുണ്ട്. നീ ആ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തും. നീ ആ കുഞ്ഞിനെ ദൈവത്തോട് ചേർത്ത് വളർത്തും. കാരണം മക്കളെക്കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വചനം അത് തന്നെയാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ദാനം നമുക്കറിയാം. ദാനം എന്ന വാക്ക് തന്നെ നമ്മുടെ മെറിറ്റ്, നമ്മുടെ യോഗ്യത കൊണ്ട് കിട്ടുന്നതല്ല, അത് ദാനമാണ്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് അവർ മെറിറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് മെറിറ്റ്. അത് തരുന്നയാളുടെ മനസ്സാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ നമ്മുടേതല്ല, ദൈവത്തിൻ്റേതാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് ഓരോ കുടുംബവും വളരണം. ഈ തിരിച്ചറിവ് ചങ്കിൻ്റെ അകത്ത് കൊണ്ടു നടന്ന വ്യക്തിയുടെ പേരാണ് ജോസഫ്. ജോസഫിനറിയാമായിരുന്നു, ഊണിലും ഉറക്കത്തിലും ജോസഫിനറിയാമായിരുന്നു ഇത് ദൈവത്തിൻ്റെ കൊച്ചാണ്. അതാണ് വചനം പറയുന്നത്, മക്കൾ ദൈവത്തിൻ്റെതാണ്, മക്കൾ ദൈവത്തിൻ്റെതാണ് എന്ന് വചനം പറയുന്നു. നമുക്കറിയാം, ചില ദമ്പതികൾ നമ്മൾ കാണും, ചിലർ ഈ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നൊരു സെൻറ്റൻസ്, ഫാദർ, മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു കുറവുമില്ല. വി ആർ പെർഫെക്റ്റ് അക്കോർഡിംഗ് ടു മെഡിക്കൽ റിപ്പോർട്ട്. വി ആർ നോർമൽ അക്കോർഡിംഗ് ടു മെഡിക്കൽ റിപ്പോർട്ട്.
ബട്ട് വി ഹാവ് നോ ചൈൽഡ്. ഞങ്ങൾക്ക് കുട്ടികളില്ല ഫാദർ. ഞങ്ങൾക്ക് മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. ബട്ട് വി ഹാവ് നോ ചൈൽഡ്. അവരൊരു പ്രവചനം തരികയല്ലേ. അവർ കാലഘട്ടത്തിൻ്റെ പ്രവാചകരവർ. അവരെന്താ പറയും നമ്മളോട്? മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ ഫിറ്റാണ്, ഫിസിക്കലി വി ആർ ഫിറ്റ് ടു ബെയർ ടു ഹാവ് എ ചൈൽഡ് ബട്ട് വി ഹാവ് നോ. ഞങ്ങൾ ഫിറ്റാണ്, പക്ഷെ ഞങ്ങൾക്കൊരു കുട്ടിയില്ല. അവരെന്താ നമ്മളോട് പറയുന്നത്? ഒരു പുരുഷൻ്റെ ശരീരത്തിൻ്റെ, ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ യോഗ്യതകളാണ് ഒരു കുട്ടിയുടെ പിന്നിലെ ജനനത്തിൻ്റെ കാരണമെങ്കിൽ ഞങ്ങൾക്കും കുട്ടികളുണ്ടാകേണ്ടതാണ്. മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട് നിങ്ങൾ ഫിറ്റാണ്, എന്നിട്ടും ഞങ്ങൾക്ക് കുട്ടികളില്ല. അവർ പ്രവാചകരാണ്. ഈ കാലഘട്ടത്തിൽ മക്കളില്ലാത്ത മാതാപിതാക്കൾ പ്രവാചകരാണ്. ശാരീരിക യോഗ്യതയാണ്, മനുഷ്യൻ്റെ ആഗ്രഹമാണ് ഒരു കുട്ടിയുടെ ജനനത്തിൻ്റെ പിന്നിലെ അടിസ്ഥാന ഘടകമെങ്കിൽ, ശാരീരിക യോഗ്യതയുണ്ട് എന്ന് മെഡിക്കൽ സയൻസ് പറയുന്ന, വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഒരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഞങ്ങൾക്കും കുട്ടികളുണ്ടാകേണ്ടതാണ്. ഞങ്ങൾക്കില്ല എങ്കിൽ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. വിശുദ്ധ യൗസേപ്പിതാവിന് ചങ്കിൻ്റെ അകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ബോധ്യമാണ്, ഇത് ഞങ്ങളുടേതല്ല, ഈ കുഞ്ഞ് ഞങ്ങളുടേതല്ല. അപ്പോൾ ദൈവത്തിന് വിശുദ്ധ യൗസേപ്പിതാവിലുണ്ടായിരുന്ന വിശ്വാസം എന്താ? ദൈവപിതാവിന് വിശുദ്ധ യൗസേപ്പിതാവിലുണ്ടായിരുന്ന വിശ്വാസം എന്താ? ആ വിശ്വാസം ഇതാണ്: ജോസഫിൻ്റെ കയ്യിലാണ് എൻ്റെ ഏകപുത്രനെ കൊടുക്കുന്നതെങ്കിൽ എനിക്കുറപ്പാണ് ജോസഫ് എൻ്റെ കുഞ്ഞിനെ എന്നോട് ചേർത്ത് നിർത്തും. ജോസഫ് എൻ്റെ കുഞ്ഞിന് ഭൂമിയിൽ എൻ്റെ നിഴലായിട്ട് മാറും. ദൈവം വിശ്വസിച്ച മനുഷ്യൻ്റെ പേരാണ് ജോസഫ്. ദൈവം കാര്യമായിട്ടെടുത്ത മനുഷ്യൻ്റെ പേരാണ് ജോസഫ്. ദൈവം തൻ്റെ ഭൂമിയിൽ തൻ്റെ പകരക്കാരനായിട്ട് ദൈവം കണ്ടെത്തിയ, സ്വർഗം കണ്ടെത്തിയ പകരക്കാരൻ്റെ പേരാണ് ജോസഫ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരർത്ഥമുണ്ട് നീ എന്ന കുടുംബനാഥന്. ദൈവത്തിൻ്റെ വിശ്വാസം നിറവേറ്റിയ ഒരപ്പനാണോ നീ? ദൈവത്തിൻ്റെ ഷാഡോ, നിഴലായിട്ട് മാറുന്ന ഒരപ്പനാണോ നീ? ദൈവത്തിൻ്റെ സ്വപ്നം നിറവേറ്റുന്ന ഒരു പിതാവാണോ നീ? ഇതാണ് ജോസഫിനെ നമ്മുടെ മുമ്പിൽ വച്ചുകൊണ്ട് പിതാവായി ദൈവം ചോദിക്കുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യം. പ്രിയപ്പെട്ടവരെ, ജോസഫ് വളരെ ഉറപ്പോടുകൂടി അതിനുത്തരം കൊടുക്കുന്നുണ്ട്. ജോസഫ് ആ വിശ്വാസത്തിൽ, ആ ഒരു കൃപയിൽ യേശുവിനെ വളർത്തുന്നു. രണ്ടാമത്തെ കാര്യം, എന്താണ് ഒരു യഹൂദ പിതാവിൻ്റെ ഉത്തരവാദിത്വം? ടു ടീച്ച് തോറ എന്ന് വെച്ചാൽ പഞ്ചഗ്രന്ഥികൾ പഠിപ്പിക്കുക. ഇവിടെയാണ് ഒരു വചനം നമ്മൾ ധ്യാനിക്കേണ്ടത്. അത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായമാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വചനം നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. എന്താ ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്നറിയാവോ? ആ ചോദ്യത്തിന് വലിയൊരു അർത്ഥമുണ്ട്. യേശുവിന് ഈ ജ്ഞാനം എവിടെ നിന്ന്, യേശുവിന് ഈ അറിവ് എവിടെ നിന്ന്? സുവിശേഷം അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ്. ഇവൻ്റെ പ്രബോധനങ്ങൾ അധികാരത്തോടു കൂടിയുള്ളതാ. ഇവൻ എവിടെ നിന്ന് കിട്ടുന്നു ഇത്രയും പവർ? നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളെന്ത് പറയും? അത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയതാ. പക്ഷെ അതല്ല. യഹൂദർ ഇത് ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? യഹൂദർ എന്താ ചോദിച്ചത്? ഇവൻ ഈ അറിവ് എവിടെ നിന്ന്? ഇവൻ ജോസഫിൻ്റെ മകനല്ലേ? അത് ചോദിക്കുമ്പോൾ യഹൂദരുടെ മനസ്സിലൊരു ഉറപ്പുണ്ട്. എന്തെന്നറിയാവോ? ഒരു ആൺകുട്ടിയെ തോറ പഠിപ്പിക്കേണ്ടത് ആരാണ്? അപ്പനാണ്. അപ്പോൾ ഇത് തച്ചൻ പഠിപ്പിച്ചതാണോ? ഇത് തച്ചൻ പഠിപ്പിച്ച പയ്യനാണോ ഇത്?
അപ്പോൾ യേശുവിന് അറിവുണ്ടെന്ന്, യേശുവിൻ്റെ അറിവിനെക്കുറിച്ച് അത്ഭുതപ്പെടുന്ന ചുറ്റുമുള്ളവർ അവർ വിരൽ ചൂണ്ടുന്നത് ജോസഫിൻ്റെ മകനല്ലേ എന്നാണ്. കണ്ടോ, ആ വചനം ശ്രദ്ധിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ഒരു മകനെ, ഒരാൺകുട്ടിയെ തോറ പഠിപ്പിക്കുന്നത്, യഹൂദ പഞ്ചഗ്രന്ഥികൾ പഠിപ്പിക്കുന്നത്, വചനം പഠിപ്പിക്കുന്നത് അപ്പനാണ്. അത് അപ്പൻ്റെ ജോലിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ ജോസഫിനെ ഇനി മിഴി തുറന്ന് ധ്യാനിക്കേണ്ടത്. യേശുവിന് ഇത്ര കൃത്യമായിട്ട് യേശു വചനമായതിൻ്റെ പിന്നിൽ, യേശുവിൻ്റെ പഠനങ്ങൾക്ക് ഇത്ര സുതാര്യത. നമ്മൾ ചിന്തിക്കും അല്ലേ, ലോകത്തിൽ ആരും പറയാത്ത ഉപമ, നല്ല സമരിയാക്കാരൻ്റെ ഉപമ ഏറ്റവും നല്ല കഥയാണ്. ധൂർത്തപുത്രൻ്റെ ഉപമ ഏറ്റവും നല്ല കഥയാണ്. ഈ കഥകളുടെ പിന്നിൽ പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ മരപ്പണി ചെയ്ത് ക്ഷീണിച്ചു വന്ന് കുളിച്ചിട്ട് പഞ്ചഗ്രന്ഥിയും എടുത്തു പിടിച്ച് മടിയിൽ കുഞ്ഞിനെ ഇരുത്തി കഥ പറഞ്ഞു കൊടുക്കുന്നൊരു വളർത്തു പിതാവിനെ ധ്യാനിക്കാതെ പോകരുത്. മരപ്പണി ചെയ്ത് ക്ഷീണിച്ചു വന്നിട്ട് ഒന്ന് കുളിച്ച് എന്തെങ്കിലും കഴിച്ച് പഞ്ചഗ്രന്ഥിയും എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാനും പഠിക്കാനും മകനെ മടിയിൽ പിടിച്ചിരുത്തുന്ന ഒരു വളർത്തു പിതാവായ ജോസഫിൻ്റെ കഥ മറക്കരുത്. നമുക്ക് പറയാൻ 100 കാരണങ്ങളുണ്ട്. യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു. പക്ഷേ യേശു 30 വർഷം അനുസരണത്തിൽ, യേശു ജ്ഞാനത്തിൽ, പ്രായത്തിൽ വളർന്നു വന്നത് ഈ ഔസേപ്പിതാവെന്ന വളർത്തുപിതാവിൻ്റെ കീഴിലാണ്. യേശുവിന് ജ്ഞാനം എവിടെ നിന്നെന്ന ചോദ്യത്തിന് നമുക്കല്ലെങ്കിൽ നമ്മൾ വിരൽ ചൂണ്ടുന്നത് ചിലപ്പോൾ പരിശുദ്ധാത്മാവിലേക്കായിരിക്കാം. പക്ഷേ യേശുവിന് ജ്ഞാനം, അധികാരം എവിടെ നിന്ന്, അധികാരത്തോടു കൂടിയുള്ള പ്രബോധനം എവിടെ നിന്ന് എന്ന യഹൂദരുടെ സാമാന്യ ബുദ്ധിയിൽ ഉയർന്ന, അവരെ അംഗീകരിച്ചു യേശുവിൻ്റെ പ്രബോധനം, അവരംഗീകരിച്ചു യേശുവിൻ്റെ ജ്ഞാനം. അവരത് അംഗീകരിച്ചപ്പോഴും അവർ വിരൽ ചൂണ്ടിയത് എന്താണ്? ഇവൻ ജോസഫിൻ്റെ മകനല്ലേ. ഇവിടെയാണ് ജോസഫ് വരുന്നത്. ഇവിടെയാണ് ജോസഫ് സുവിശേഷത്തിൽ അങ്ങ് തിളങ്ങാൻ തുടങ്ങുന്നത്. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ. ഇവൻ ഈ ജ്ഞാനം എവിടെ നിന്ന്? കാരണം ഇത് തച്ചൻ പഠിപ്പിച്ചതാണല്ലോ. തച്ചൻ പഠിപ്പിച്ചത് ഇങ്ങനെയാകുമോ? ഇത്രയും കൃത്യതയാകുമോ? നിയമജ്ഞൻ്റെ മകനല്ല, സദുക്കാരുടെ മകനല്ല, ഫരിസേയൻ്റെ മകനല്ല. ഇവൻ തച്ചൻ്റെ മകനാണ്. കണ്ടോ, ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന ചോദ്യം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഒരു യഹൂദ അപ്പൻ്റെ ദൗത്യമാണ് മക്കളെ വചനം പഠിപ്പിക്കുക, സഭയുടെ പഠനങ്ങൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ പാരമ്പര്യം പഠിപ്പിക്കുക, ദൈവിക പുണ്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ എത്രത്തോളം മക്കൾക്ക് ദൈവകാര്യങ്ങളിൽ വചനം പറഞ്ഞു കൊടുക്കാൻ, കാറ്റീസിന് അയക്കുവാൻ, ദൈവകാര്യങ്ങളിൽ അവരറിവുള്ളവരായിട്ട് വളരണം എന്ന നിർബന്ധ ബുദ്ധി എത്ര മാതാപിതാക്കൾക്കുണ്ട്? എത്ര മാതാപിതാക്കൾക്കുണ്ട്? ബാക്കിയെല്ലാം ചെയ്യേണ്ടതായിട്ട് കാണുന്നു. കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിനിടയിൽ ഒരു അപ്പം പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് വേണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും, അടുത്ത വചനം, മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു വന്നു. എന്ന് വെച്ചാൽ ദൈവിക ജ്ഞാനത്തിലും മനുഷ്യൻ്റെ, അന്ന് മനുഷ്യർക്കുണ്ടാകേണ്ട ജ്ഞാനത്തിലും യേശു വളർന്നു വന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഭൗതികമായ എഡ്യൂക്കേഷൻ, സെക്യുലർ എഡ്യൂക്കേഷൻ, ഭൗതികമായ എഡ്യൂക്കേഷൻ, നമ്മൾ അവരെ ഡോക്ടർ, MBBS അല്ലെങ്കിൽ എൻജിനീയറിങ്, അത് പഠിപ്പിക്കണം. എത്ര വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ അത്രയും മക്കൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് ദൈവിക കാര്യങ്ങളിൽ അറിവുള്ളവരായിട്ട് വളർത്തുന്നുണ്ടോ? ദൈവിക കാര്യങ്ങളിൽ പ്രാധാന്യമുള്ളവരായിട്ട് വളർത്തുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് യേശു ജ്ഞാനത്തിൽ, പ്രായത്തിൽ വളർന്നു വന്നു, മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും ദൃഷ്ടിയിൽ പ്രീതിയിൽ വളർന്നു വന്നു. എന്ന് വെച്ചാൽ ഇവിടെയാണ് ഞാനെന്ന അപ്പൻ, ഞാനെന്ന പിതാവ്, ഞാനെന്ന മാതാവ് ജോസഫിനെ, ഔസേപ്പിതാവിനെ മാതൃകയാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു യഹൂദ കുടുംബനാഥൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നാണ് അവനെ തോറ, വചനം, പഞ്ചഗ്രന്ഥികൾ പഠിപ്പിക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. അവിടെ
അവർ ബലിയർപ്പിക്കുന്നു, യേശുവിന് വേണ്ടി ബലിയർപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 2:22, 23, 24 വചനങ്ങൾ. 23, 24 കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും 1 ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണം എന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരുന്നതിനനുസരിച്ച് അവർ അങ്ങനെ ചെയ്തു. കണ്ടോ? ബലിയർപ്പിക്കുന്നു. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മളൊരു കാര്യം കാണും. ജോബിൻ്റെ 3 മക്കൾ. അപ്പോൾ ജോബിൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ ആഘോഷം നടക്കും. ജോബിൻ്റെ 3 ആൺമക്കൾ ഈ ബന്ധുക്കളുടെ വീട്ടിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോകും. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ജോബ് എന്ന പിതാവ് എന്താ ചെയ്യുന്നതെന്ന് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജോബ് എന്ത് ചെയ്യുന്നു? 3 മക്കളെയും നിരത്തി നിർത്തും. എന്നിട്ട് 3 മക്കൾക്കും വേണ്ടി ബലിയർപ്പിക്കും. എന്താണ് കാരണം? കാരണം ഇതാണ്. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാമെന്ന് ചിന്തിച്ച് ജോബ് 3 മക്കൾക്കും വേണ്ടി ബലിയർപ്പിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ, ജോസഫ് ഔസപിതാവ് എന്തു ചെയ്യുന്നു? ബലിയർപ്പിക്കുന്നു. ഔസപിതാവ് ബലിയർപ്പിക്കുന്നു. ആർക്ക് വേണ്ടി? ഈ കുഞ്ഞിന് വേണ്ടി, തൻ്റെ കടിഞ്ഞൂൽ പുത്രന് വേണ്ടി ബലി ചെയ്യുന്നു. ഇതാണ് ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. മക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതനാവുക. ഇതാണ് പ്രിയപ്പെട്ടവരെ ജോസഫ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ 1, മക്കളെ വിശ്വാസത്തിൽ വളർത്തുക എന്ന ഉത്തരവാദിത്തം. മക്കൾക്ക് ദൈവകാര്യങ്ങൾ ദൈവവചനത്തിൽ പറഞ്ഞു കൊടുക്കുക എന്ന ഉത്തരവാദിത്തം. മക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുക. അപ്പൻ മക്കൾക്ക് വേണ്ടി അർപ്പിക്കുന്ന ബലി അത് മക്കളുടെ തലമുറകളിൽ അനുഗ്രഹമാകും. പ്രിയപ്പെട്ടവരെ, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എൻ്റെ അപ്പനെ. കാരണം ഞാൻ ഓർക്കാറുണ്ട് എല്ലാ ദിവസവും രാവിലെ സെമിനാരിൽ നിന്നൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, രാവിലെ 3:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല, കുർബാനയ്ക്ക് പോകുമ്പോൾ, കുർബാനയ്ക്ക് എല്ലാ ദിവസവും രോഗിയായി കിടക്കുന്ന നാളൊഴിച്ച് ബാക്കി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ മഠത്തിൽ ശുശ്രൂഷ ചെയ്തൊരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, അപ്പൻ്റെ വിചാരം ചിലപ്പോൾ ഞങ്ങളുടെ മദർ സുപ്പീരിയറാണെന്നാണ്. ഞാൻ ചോദിച്ചു, അതെന്താ? ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ ഞാൻ വർത്താനം പറഞ്ഞ് പോയതിന് എന്നെ വഴക്ക് പറഞ്ഞു. ഒരു ചെറിയ സിസ്റ്ററാണ്. ഞാൻ ചോദിച്ചു, അതിന് അപ്പനെന്നാ ഇതിന് അധികാരം? നിങ്ങൾ വഴക്ക് പറയാൻ അപ്പനാരാ? അപ്പോൾ പറഞ്ഞു, അത് അറിയാൻ പാടില്ല. അപ്പൻ രാവിലെ പള്ളിയിൽ പോകുന്നത് കൊന്ത ചൊല്ലിക്കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, എന്നും രാവിലെ പ്രാർത്ഥിക്കും, എന്നും കുർബാനയ്ക്ക് പോകും. ഒരു കാര്യം നമ്മൾ ഓർക്കുക, എന്നും കുർബാനയ്ക്ക് പോകും, എന്നും കൊന്ത ചെല്ലും. അപ്പം ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, എന്നും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, വചനം വായിക്കും, എന്നും രാവിലെ 3:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, എന്നും കുർബാനയ്ക്ക് പോകും. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരു പക്ഷേ ഇന്ന് ഞാൻ ഒരു വൈദികനായെങ്കിൽ, ഇന്ന് ഞാൻ ഒരു വചനം പ്രഘോഷിക്കുന്നൊരു വൈദികനായെങ്കിൽ, അതിൻ്റെ പിന്നിലൊരൊറ്റ കാരണമുണ്ടായിരുന്നു. ആ കാരണം ഇതാണ്: എന്നും എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന, എന്നും എനിക്ക് വേണ്ടി വെളുപ്പിനെ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന, എന്നും ജപമാല ചെല്ലുന്ന ഒരപ്പനെയാണ് ദൈവം എനിക്ക് നൽകിയത്. ആ അപ്പൻ്റെ കീഴിൽ ഞാൻ ഒരു പുരോഹിതനായിട്ട് വളരും. ആ അപ്പൻ്റെ കീഴിൽ നിന്ന് കഴിഞ്ഞാൽ ഞാനൊരു വചനം പ്രഘോഷിക്കുന്ന ഒരു വൈദികനാകും എന്ന് ദൈവത്തിനുറപ്പുള്ളത് കൊണ്ടാണ് ദൈവം ആ വ്യക്തിയെ എനിക്കപ്പനായത്. ആ വ്യക്തി എനിക്ക് അപ്പനാകാൻ കാരണം ദൈവത്തിന് ആ ഉറപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഉറപ്പ് വേറെ ഒരാൾ എനിക്ക് അപ്പനാകാതെ ആ വ്യക്തി എൻ്റെ അപ്പനാകാൻ കാരണം ആ വ്യക്തിയാണ് എൻ്റെ അപ്പനാകുന്നതെങ്കിൽ എൻ്റെ ദൈവവിളി സംരക്ഷിക്കപ്പെടും എന്നുറപ്പ് ദൈവത്തിനുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, സത്യമാണ്. ഒരു പക്ഷേ എൻ്റെ അപ്പൻ പറയുകയാണ്, നീ സെമിനാരിൽ പോകണ്ട എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ സെമിനാരിൽ പോലും ചേരില്ല. പക്ഷേ ദൈവത്തിന് ഉറപ്പുണ്ട്, അങ്ങനെ പറയാത്തൊരപ്പനായിരിക്കണം, ആ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരപ്പനായിരിക്കണം, ആ ദൈവവിളിയെ എന്നും ബലിയോട് ചേർത്ത് വയ്ക്കുന്ന ഒരപ്പനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ശരിയായിരുന്നു.
ഇന്നൊരു പുരോഹിതനായിട്ട്, ഒരു വചനപ്രഘോഷനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കുറപ്പുണ്ട് അതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു അപ്പനെ കൂടി ദൈവം കരുതി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജോസഫിനെ ധ്യാനിക്കുമ്പോൾ അത് അപ്പന്മാരെ ധ്യാനിക്കാനുള്ള സമയം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അപ്പന്മാരും വിശ്വാസത്തിൽ കൃപയിൽ മക്കൾ വളർത്തുന്നവരായിട്ട് മാറുവാനുള്ള ഒരു വലിയ കൃപയ്ക്കും അഭിഷേകത്തിനും വേണ്ടി നമുക്ക് ഈ ആരാധനയിൽ ഈശോയോട് അപേക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എൻ്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇദ്ധരയിൽ രുചിച്ചറിയാം. ഇത്ര നല്ലവനാം പ്രിയനേ, ഇധരയിൽ രുചിച്ചറിവാൻ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാം. എൻ്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം
ഈശോയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പാം. നമ്മുടെ മുമ്പിൽ പിതാവായ ദൈവം വളർത്തുപിതാവായ ജോസഫിനെ വയ്ക്കുമ്പോൾ എല്ലാ അപ്പന്മാർക്കുമുള്ള മാതൃകയാണ് എങ്ങനെ നമ്മളെ മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തണം, എങ്ങനെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു പിതാവായ ഞാൻ, ഒരു മാതാവായ ഞാൻ പ്രാർത്ഥിക്കണം, എങ്ങനെ നമ്മൾ ദൈവത്തോട് ചേർത്ത് നിർത്തണം. ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ യൗസേപ്പ് പിതാവ്. നമുക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25, 26 വചനങ്ങളുടെ അഭിഷേകം ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയിലും നിറയാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പുറപ്പാട് 23-ാം അധ്യായം 25, 26 വചനങ്ങളുടെ അഭിഷേകം ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങട്ടെ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആസ്വദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ്സ് തരും. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ഞാൻ ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ ഇനിമേൽ നാട്ടിലുണ്ടാവുകയില്ല. ഈശോയെ, ഈ വചനത്തിൻ്റെ അഭിഷേകം അനേകം കുടുംബങ്ങളിൽ കടന്നു വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. നമുക്ക് ഈ വചനം ഏറ്റുചൊല്ലാം. പുറപ്പാട് 23, 25, 26. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ്സ് നൽകും. ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാ കുടുംബങ്ങളിലും കടന്നു വരുവാൻ, എല്ലാ ജീവിത സാഹചര്യങ്ങളിലും കടന്നു വരുവാൻ, ഇപ്പോൾ വലിയ ദുഃഖത്തിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളിലും ഈ വചനം അഭിഷേകമാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, ഈ കൽപ്പന, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന കൽപ്പന, ആ കൽപ്പനയോട് ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 23, 25, 26 അഭിഷേകം എല്ലാ വ്യക്തികളിലും, എല്ലാ കുടുംബങ്ങളിലും, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നിറയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന. യേശുവേ നാഥാ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥാ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവേ നാഥാ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥാ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന. പവനാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പവനാത്മാവേ,
അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, 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 ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ, പിതാവേ, ആരാധന. പരിശുദ്ധാത്മാവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ധ്യാനിച്ചത് വിശുദ്ധ ഔസേപ്പിതാവ് എങ്ങനെ ഒരപ്പന്, ഒരു കുടുംബനാഥന്, ഒരു മക്കൾക്ക് മാതൃകയാകുന്നു എന്നതാണ്. മക്കൾക്ക് മാതൃക നൽകുന്ന ഒരു കുടുംബനാഥൻ. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, ഒരു യഹൂദ കുടുംബത്തിൽ ഒരപ്പൻ്റെ ഒന്നാമത്തെ റോള് മകനെ പരിച്ഛേദനം ചെയ്യുക എന്നതാണ്. എന്ന് വെച്ചാൽ അതാണ് വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ തലം. എന്ന് വെച്ചാൽ മക്കളെ വിശ്വാസത്തിൽ വളർത്തുക. 2, വിശ്വാസ കാര്യങ്ങളിൽ അവരെ താല്പര്യമുള്ളവരാക്കുക. നമുക്കറിയാം, അവൻ്റെ മാതാപിതാക്കൾ പതിവനുസരിച്ച് ദേവാലയത്തിൽ പോയി. ലൂക്കാ 4 നമ്മൾ വായിച്ചു, അവൻ പതിവനുസരിച്ച് ദേവാലയത്തിൽ പോയി. മാതാപിതാക്കളുടെ പതിവ് മക്കളുടെ പതിവായിട്ട് മാറുന്നു. 3, ഒരു യഹൂദ അപ്പൻ്റെ ജോലി, ദൗത്യം നമ്മൾ കണ്ടു. ടു ടീച്ച് തോറ, പഞ്ചഗ്രന്ഥികൾ പഠിപ്പിക്കുക, വചനം പഠിപ്പിക്കുക. ഒരു ചോദ്യം യേശുവിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവനീ അറിവും ജ്ഞാനവും എവിടെ നിന്ന്? ആ ചോദ്യത്തിൻ്റെ പിന്നിൽ ഒരാളുടെ ശ്രദ്ധയുണ്ട്. ആ ആളുടെ പേരാണ് ജോസഫ്. കാരണം ഒരു മക്കളെ വചനം പഠിപ്പിക്കുന്നത്, തോറ പഠിപ്പിക്കുക എന്നത് അപ്പൻ്റെ ഡ്യൂട്ടിയാണ്. അടുത്തത്, യേശുവിനെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇവൻ ജോസഫിൻ്റെയും മേരിയുടെ മകനും ഇന്നവരുടെ സഹോദരനും ആയ മരപ്പണിക്കാരനല്ലേ? 4-ാമത്തെ ഒരു ഡ്യൂട്ടി, മക്കളെ ഒരു ട്രേഡ്, ഒരു ജോലി പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ജോസഫ് യേശുവിനെ പഠിപ്പിച്ചു തൻ്റെ അതേ തൊഴിൽ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇവൻ മരപ്പണിക്കാരനല്ലേ എന്നൊരു ചോദ്യം യേശുവിനെ നോക്കി ചോദിക്കുന്നുണ്ട് നാട്ടുകാർ. പ്രിയപ്പെട്ടവരെ, എന്ത് ഉത്തരവാദിത്വം ഞാനെന്ന കുടുംബനാഥ എടുക്കുന്നു? 1, എൻ്റെ മക്കളെ വിശ്വാസത്തിൽ വളർത്തുന്നുണ്ടോ? എൻ്റെ മക്കളെ ദൈവകാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിട്ട് വളർത്തുന്നുണ്ടോ? വീണ്ടും നമ്മൾ കാണുന്നു, ജോസഫ് 2 ചങ്ങാലികളെ, പ്രാവിനെ ബലിയർപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജോസഫ് തൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി പറഞ്ഞു, ഇത് എൻ്റേതല്ല, ഇത് ദൈവത്തിൻ്റെതാണ്. നമ്മൾ നമ്മുടെ മക്കളെ നോക്കി ആദ്യം എടുക്കേണ്ട തീരുമാനം, ഇത് നമ്മുടേതല്ല, ഇത് ദൈവത്തിൻ്റെതാണ്. കാരണം വചനം പറയുന്നു, സങ്കീർത്തനം 127:3, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ദാനത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് അവർ മെറിറ്റ്. നമ്മുടെ മെറിറ്റ് കൊണ്ട് കിട്ടുന്നതല്ല ഗിഫ്റ്റ് എന്നത്. ഗിഫ്റ്റ് എന്നത് നൽകുന്നയാളുടെ ഔദാര്യമാണ്. അത് തരുന്നയാളുടെ ഔദാര്യത്തിൻ്റെ പേരാണ് ഗിഫ്റ്റ് എന്നത്. അല്ലാതെ നമ്മളുടെ മെറിറ്റ് കൊണ്ട്, നമ്മളുടെ യോഗ്യത കൊണ്ട് കിട്ടുന്ന ഒന്നല്ല പ്രിയപ്പെട്ടവരെ ഗിഫ്റ്റ് എന്നത്. അതിനാൽ വചനം മക്കളെ നോക്കി പറയുന്നത്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നതാണ്.
ജോസഫ് തൻ്റെ കുഞ്ഞിനെ നോക്കി പറഞ്ഞത് അത് ദൈവത്തിൻ്റെതാണ് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത നമുക്കുണ്ടാകണം. ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ മനോഹരമായ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ തിരുവചനങ്ങൾ. അവൻ്റെ പുത്രന്മാർ തവണ വച്ച് നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തുകയും തങ്ങളുടെ 3 സഹോദരിമാരെയും അതിന് ക്ഷണിക്കുകയും ചെയ്യുക പതിവായിരുന്നു. സൽക്കാരങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാമെന്ന് വിചാരിച്ച് ജോബ് ആ 3 മക്കളെയും വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. ജോബ് ഓരോ മക്കൾക്ക് വേണ്ടിയും അതിരാവിലെ എഴുന്നേറ്റ് ബലിയർപ്പിച്ചിരുന്നു എന്ന് വചനം പറയുക. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ഇതാണ്: എൻ്റെ മക്കൾ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാം. അവർ പാപം ചെയ്തത് കൊണ്ടല്ല, അവർ പാപത്തിൽ വസിക്കുന്നത് കൊണ്ടല്ല. ജോബ് ചിന്തിക്കുകയാണ്, എൻ്റെ മക്കൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിലോ എനിക്കറിയില്ല. അവർ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്, അവർ കുറേ പേരുമായിട്ട് പോകുന്നുണ്ട്, അവർ കുറേ കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്, അവർ ഇന്ന സ്ഥലത്ത് പിക്നിക്കിന് പോയിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ആഘോഷങ്ങൾ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അവർ പാപം ചെയ്തിട്ടുണ്ടെങ്കിലോ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടത് എന്താ? ഞാൻ ബലിയർപ്പിക്കുന്നു. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ മക്കൾ വേറെ സംസ്ഥാനത്ത് വേറെ സ്ഥലങ്ങളിൽ പഠിക്കുകയായിരിക്കാം. നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ മക്കൾ തെറ്റ് ചെയ്യില്ല. ഈ ചിന്തയാണ്. ജോബ് നേരെ തിരിച്ചാ ചിന്തിച്ചത്, എൻ്റെ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. കാരണം സാഹചര്യം അതാണ്, കൂട്ടുകെട്ടതാണ്, പോകുന്ന സ്ഥലം അതാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം എന്ന് ചിന്തിച്ച് ജോബ് മക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു അതിരാവിലെ. ഈ വചനം പരിശുദ്ധാത്മാവ് എന്തിനാണ് ഇന്ന് നമുക്ക് തരുന്നത്? നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് മക്കൾ ഹൈസ്കൂള് +2 കഴിയുമ്പോൾ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. വിദേശത്ത് പോകണം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മളുടെ അനേകം മാതാപിതാക്കളുടെ ഒരു ചിന്ത എന്നറിയാവോ? എൻ്റെ മകൻ തെറ്റിൽ പോകില്ല. ആ ചിന്തയല്ല വചനം തരുന്നത്. എൻ്റെ മക്കൾ നിൽക്കുന്ന സാഹചര്യം അതാണ്, എൻ്റെ മക്കൾ പോയിരിക്കുന്ന സ്ഥലം അതാണ്. ഇതാ അവിടെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. എൻ്റെ മക്കളും അങ്ങനെ ആയിട്ടുണ്ടാകാമോ? ആയോ എന്നല്ല, ജോബ് ആയതുകൊണ്ടല്ല, മറിച്ച് എൻ്റെ മക്കളും അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, എൻ്റെ മക്കളും ആ വഴിയെ പോയിട്ടുണ്ടാകാം, എൻ്റെ മക്കൾക്കും അങ്ങനെയൊക്കെ തെറ്റ് സംഭവിക്കുന്നുണ്ടാകാം. ഞാൻ കേൾക്കുന്നുണ്ട് പത്രത്തിൽ, TV ന്യൂസിൽ ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ. എൻ്റെ മക്കൾക്കും അങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് കരുതി ജോബ് അതിരാവിലെ എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യം, ഒരപ്പൻ അമ്മ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഒരമ്മ ചെയ്യേണ്ട കാര്യം ഇതാണ്. മക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുക, മക്കൾക്ക് വേണ്ടി ബലിയിൽ നിൽക്കുക, മക്കളെ ബലിയോട് ചേർത്ത് വയ്ക്കുക, മക്കളെ ബലിയിൽ ചേർത്ത് വെച്ച് വളർത്തുക. ഇതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് അനേകം മാതാപിതാക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം. നിനക്ക് നോക്കാൻ പറ്റില്ല, നീ അറിയുന്നില്ല അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്, നീ അറിയുന്നില്ല നിൻ്റെ മക്കൾ ഏത് കൂട്ടുകെട്ടിലാണെന്ന്, നീ അറിയുന്നില്ല നിൻ്റെ മക്കൾ ഏത് ബന്ധത്തിലാണെന്ന്. പക്ഷേ ഒരു കാര്യം നിനക്ക് ചെയ്യാം. ഇപ്പോൾ നിനക്ക് മുമ്പിലൊരു ബലിയർപ്പണമുണ്ട്, നിൻ്റെ അടുത്തൊരു ബലിയർപ്പണമുണ്ട്. നീ ആ ബലിയിൽ നിൻ്റെ മക്കളെ ചേർത്ത് വയ്ക്കുക, നീ ആ ബലിയിൽ നിൻ്റെ മക്കളെ കൊടുക്കുക, നീ ആ മക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുക. അവിടെ ആ ബലി നോക്കിക്കൊള്ളും, ആ ബലി സൂക്ഷിച്ചുകൊള്ളും നിൻ്റെ മക്കളെ എന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ് വചനത്തിലൂടെ. അതിനാൽ ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് യേശുവിൻ്റെ ബലിയോട്, യേശുവിൻ്റെ കുരിശിനോട്, യേശുവിൻ്റെ തിരുരക്തത്തോട് നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് അനേകം കുടുംബങ്ങളിൽ പിശാച് തെരഞ്ഞെടുത്തിരിക്കുന്ന വാതിൽ നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കളിലൂടെയാണ് അനേകം കുടുംബങ്ങളിൽ പിശാച് കയറുന്നത്. നമ്മുടെ കുടുംബത്തെ തകർക്കാൻ ഇന്ന് പിശാച് നോക്കി നിൽക്കുന്നത് നമ്മുടെ മക്കളെയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ,
ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്തുണ്ടാകില്ല, ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ തൊട്ടടുത്തുണ്ടാകില്ല, അവർക്ക് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിവുണ്ടാകില്ല. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളിപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയുക, എൻ്റെ മക്കൾ ദൈവത്തിൻ്റെതാണ്. 2, യേശുവെ അവരായിരിക്കുന്ന സാഹചര്യങ്ങളെ ഇപ്പോൾ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകണമേ, യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും, ഓരോ പിതാവും മാതാവും ഇപ്പോൾ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ആ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ തിരുരക്തത്തിൽ സമർപ്പിച്ച് അവർ വിശുദ്ധീകരിക്കപ്പെടുവാൻ, അവരുടെ മേലുള്ള എല്ലാ പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങളും പ്രലോഭനങ്ങളും മാറിപ്പോകുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിൻ തിരുരക്തത്താൽ കഴുകണമേശു, നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേശു. 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 പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അനേകം മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മക്കൾ അധികം പേരും പബ്ലിക് ബോർഡ് എക്സാംസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പബ്ലിക് എക്സാം 10th, അതുപോലെ 12th, ഇങ്ങനെയുള്ള പബ്ലിക് ബോർഡ് എക്സാമുകൾക്ക് വേണ്ടി നമ്മുടെ മക്കൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് മക്കൾ അസ്വസ്ഥ അനുഭവിക്കുന്നു, ഒരുപാട് മക്കൾ ഭാരം അനുഭവിക്കുന്നു, ഒരുപാട് മാതാപിതാക്കൾ അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നു. ഈ നിമിഷം മക്കളെ ഓരോരുത്തരെയും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം ഇപ്പോൾ ഈ വർഷം പബ്ലിക് എക്സാം എഴുതുന്ന, ബോർഡ് എക്സാം എഴുതുന്ന എല്ലാ മക്കളിലും സഹായമായിട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിനെ ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തിയ, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിയ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം ഇപ്പോൾ ഈ വർഷം പബ്ലിക് എക്സാം എഴുതുന്ന 10th, 12th എക്സാം എഴുതുന്ന അനേകം മക്കളുടെ മേൽ ഈ അഭിഷേകം നിറയാൻ വേണ്ടി അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ, അവരുടെ മേലുള്ള എല്ലാ തിന്മയുടെ ശക്തികളും യേശുവിൻ്റെ രക്തത്താൽ മാറിപ്പോകുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നൽവരദാനങ്ങൾ നൽകണമേശു, നല്ല വഴിക്കവരെ നയിക്കണമേശു. നൽവരദാനങ്ങൾ നൽകണമേശു, നല്ല വഴിക്കവരെ നയിക്കണമേശു. നിൻ തിരുരക്തത്താൽ കഴുകണമേശു, നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേശു. നിൻ തിരുരക്തത്താൽ കഴുകണമേശു, നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേശു. ഒരു നിമിഷം നമ്മുടെ മക്കളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുക. എന്താണ് ഞാൻ മക്കളെക്കുറിച്ച് ആകുലപ്പെടുന്നത്? ഒരുപക്ഷെ ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ, ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില മാതാപിതാക്കൾ ഇങ്ങനെ ആകുലപ്പെടുന്നുണ്ട്. ദൈവമേ, ഒരുപാട് നാളായി എൻ്റെ മകൻ്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ ആലോചിക്കുന്നു, നടക്കുന്നില്ല. ഇതാ മക്കളെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ ഔസേപ്പിതാവേ, ഇപ്പോൾ ചേർന്ന ഇണയെ നൽകി തടസ്സമായി നിൽക്കുന്ന വിവാഹത്തെ നീ ആശീർവദിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം നേരിടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ ഈ നിമിഷം ദിവ്യകാരുണ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠനം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവേ, പല പ്രാവശ്യമായി IELTS OET എക്സാം എഴുതുന്നു, പല പ്രാവശ്യമായി ഒരു കൃത്യമായ സ്കോറിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ഈശോയെ ലഭിക്കുന്നില്ല. അതുമൂലം അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് മക്കൾ അവരിപ്പോൾ യേശുവെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ മക്കൾ ഈ ദിവസങ്ങളിൽ വിദേശത്തേക്ക് പോകുവാൻ, ജോലിക്ക് വേണ്ടിയൊക്കെ ഉള്ള ഇൻ്റർവ്യൂ, പരീക്ഷ, ഇതിനൊക്കെ ശ്രമിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം കടന്നു വരട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നിൻ തിരുരക്തത്താൽ
കഴുകണമേ ഈശോ. നിന്തിരുഹിതം അവരിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതം അവരിൽ നിറവേറ്റണമേ ഈശോ. നമുക്കൊരു നിമിഷം നമ്മുടെ കുഞ്ഞുങ്ങളെ, മക്കളെ, പ്രത്യേകിച്ച് വളരെ പ്രത്യേകമായിട്ട് മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഈശോയെ ഞങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ മക്കളായിരുന്ന സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു. ഈ ആശീർവാദത്തിൻ്റെ സമയങ്ങളിൽ ഞങ്ങളുടെ മക്കളുടെ മേൽ ദിവ്യകാരുണ്യത്തിൻ്റെ കൃപ ഇറങ്ങട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്ന് വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.